നിങ്ങളുടെ പാർട്ട്ണറോട് ഭയങ്കര ക്ലിങ്ങി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളെ മറ്റ് പാർട്ട്ണർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് റീഅഷുറൻസ് സീക്ക് ചെയ്യുന്ന വ്യക്തിയാണോ? അതായത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന ഒരു വാക്കാലും പ്രവർത്തിയാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും നിങ്ങളത് അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുകയും ആ വ്യക്തിയുടെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുകയും എവിടെയാണെന്നുള്ള കാര്യങ്ങൾ, എന്താണ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുകയും ആ വ്യക്തിയിൽ നിന്നൊരു റെസ്പോൺസ് കുറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് എന്ത് പറ്റി ഇപ്പോൾ റിപ്ലൈ ചെയ്യാത്തത്, എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, ഞാനിപ്പോൾ വേണ്ടേ, ആളുടെ ലൈഫിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ള പേടി നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് വ്യക്തിയാകാനാണ് സാധ്യത. നിങ്ങൾക്ക് ഇൻറ്റിമസിക്ക് വേണ്ടി അമിതമായിട്ടുള്ളൊരു ക്രേവിങ്ങും റിപ്പീറ്റഡ് ആയിട്ട് റീഅഷുറൻസ് സീക്കിങ്ങും മറ്റേ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള അമിതമായ ഭയവും നിങ്ങളെ അലട്ടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ കെയർ ഗിവർ, നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ നിങ്ങൾക്കോ ഉള്ള റിലേഷൻഷിപ്പിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ ഒരു ഇമോഷണൽ വാംത്ത് നിങ്ങൾക്ക് തരാൻ കഴിയാതെ പോയി. ചില സമയത്ത് നിങ്ങൾക്ക് ഇമോഷണൽ അവൈലബിൾ ആയിരുന്നു, ചില സമയത്ത് ഇമോഷണലി കോൾഡായിട്ട് ബിഹേവ് ചെയ്തത് കൊണ്ട് അവരുടെ ശ്രദ്ധ കിട്ടാനായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് ക്ലിങ്ങി ആയിട്ട് ഇരിക്കുകയോ മാത്രം ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പിന്നീടുള്ള റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടാനും നിങ്ങൾക്ക് സ്നേഹം കിട്ടാനും നിങ്ങൾക്ക് അവരോട് കൂടുതൽ ക്ലിങ്ങി ആയിട്ടിരിക്കണം എന്നുള്ളതും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അത് ഉദാഹരണത്തിന് റീഅഷുറൻസ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതും ആയിട്ടുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും നിങ്ങളെ വിട്ടിട്ട് പോകുന്നുള്ള ഫിയർ നിങ്ങളെ ഭരിക്കുകയും ചെയ്യുന്നതാണ് അതിന് കാരണം. അപ്പോൾ ഇതൊരു കുറച്ച് അപകടം പിടിച്ച അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം തിരിച്ചറിയുകയും ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ഇത് വളരെ ആവശ്യമാണ്.